ഇന്ന് നമുക്ക് ഹോം ഡ്രീമർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ മണിക്കൂർ കണക്ക് നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ക്ലയന്റ് റിക്വയർമെന്റും കാര്യങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് പ്ലാനിങ് കൊടുക്കാം. അപ്പൊ നമുക്ക് വരുന്നത് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യമേ ക്ലയന്റ് ഡീറ്റെയിൽ, വാട്സ്ആപ്പ് നമ്പർ, കൺട്രി, സിറ്റി, ഒക്യുപ്പേഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാക്കി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇതിനകത്ത് നിന്ന് മാക്സിമം നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മാത്രമേ അത് AI നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ പോയിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പ്ലോട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിൽ എവിടെയൊക്കെയാണ് റോഡ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സൈറ്റിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ സർവേ സ്കെച്ച് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന് അല്ലെങ്കിൽ സൈറ്റിന്റെ വീഡിയോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഏതാണ് കിണറാണോ ബോർവെല്ലാണോ അതുപോലുള്ള കാര്യങ്ങൾ, നമുക്ക് കാർ പാർക്കിംഗ് എത്രയാണ് വേണ്ടത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഇവിടെ സൈറ്റിന്റെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ അവിടെ അപ്ലോഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കാൻ. ഇവിടെ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എത്ര രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങാനുള്ളതാണോ അത് 3 മാസം കഴിഞ്ഞാണോ, അതുപോലെ നമുക്ക് എത്ര രൂപ നമ്മുടെ ഈ ഫണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് 50 ലക്ഷം ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എത്ര ലക്ഷമാണ്, നമുക്ക് എത്രയാണ് ലോൺ വേണ്ടത്, അത് നമുക്കൊരു മന്ത്ലി നമുക്ക് എത്ര രൂപ വരെ EMI അടയ്ക്കാൻ പറ്റും, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ടൈപ്പ് ആണോ, നമ്മളത് പ്രീമിയം ക്വാളിറ്റിക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫാമിലിയിൽ എത്ര ആൾക്കാരാണോ ഉള്ളത്, മൊത്തം നമ്മൾ വീട് പണി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് എത്ര കുട്ടികളാണ് ഉള്ളത്, പേരൻസ് നമ്മുടെ എത്ര പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഗസ്റ്റുകളുടെ എണ്ണം എത്രയാണ്, നമുക്ക് പെറ്റുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്, ഇനി വർക്ക് ഫ്രം ഹോമോ അതുപോലുള്ള കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഇനി സ്റ്റഡി സ്പേസും കാര്യങ്ങളും വേണോ, ഇനി പേരന്റ് നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടോ, ഗസ്റ്റ് എല്ലാ ആഴ്ചകളും വരുന്ന ആൾക്കാരാണോ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ കുട്ടികളോ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ അനുസരിച്ച് വേണം നമ്മൾ വീട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള എക്സ്പാൻഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുൻഗണന കൊടുക്കുന്നത് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ആണോ, നാച്ചുറൽ ലൈറ്റിനാണോ, സ്റ്റോറേജിനാണോ, ഏതിനാണോ, നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ഈ ആരോ കൊടുത്ത് നമുക്ക് പറയാം. സ്പേസ് ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ഫസ്റ്റ് അത് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് സ്റ്റോറേജിനാണെങ്കിൽ ഞാനിവിടെ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോറേജ് സെക്കൻഡ് ആയി. അത് ഞാനിവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടത് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ലാസ്റ്റ് മതി, ലക്ഷറി എനിക്ക് ലാസ്റ്റ് മതി, ഇവിടെ ലക്ഷറി ഞാൻ ലാസ്റ്റ് കൊടുക്കും. അടുത്ത ഈസി ക്ലീനിങ്ങിനാണ് എനിക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ക്ലീനിങ് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആ ഒരു ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ പോയിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വാസ്തുവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അടുത്ത് നമ്മുടെ ആ മുറി ഏതൊക്കെ മുറികളാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. എനിക്ക് വേണ്ടത് സിറ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ലിവിംഗ് റൂം ആണെങ്കിൽ ലിവിംഗ് റൂം, അടുത്ത് ഫാമിലി റൂം ആണെങ്കിൽ ഫാമിലി, ഡൈനിങ് കൊടുക്കുക, മാസ്റ്റർ ബെഡ്റൂം ഉണ്ടെങ്കിൽ കൊടുക്കുക, കിഡ്സ് ബെഡ്റൂം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഗസ്റ്റ് ബെഡ്റൂം ഉണ്ടെങ്കിൽ കൊടുക്കുക, കിച്ചൺ ഉണ്ട്, അടുത്തത് വർക്ക് ഏരിയ ഉണ്ട്, അടുത്ത ബാത്റൂം ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ബാത്റൂം ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ ബാത്റൂം ആഡ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ പോയിട്ട് സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ സ്റ്റോർ റൂം ആഡ് ചെയ്തു. ബാൽക്കണി രണ്ടാം നില ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണി ആഡ് ചെയ്തു. പ്രെയർ റൂം ഉണ്ടെങ്കിൽ പ്രെയർ റൂം ആഡ് ചെയ്തു. ഹോം ഓഫീസ് ഉണ്ടെങ്കിൽ ഹോം ഓഫീസ് ആഡ് ചെയ്തു. അടുത്തതിൻ്റെ അകത്ത് ഇത്രയാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ ടോയ്ലറ്റ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഇവിടെ ഒന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ റൂമിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിവിംഗ് റൂം. അപ്പോൾ ലിവിംഗ് റൂം നമുക്ക് ഏത് ടൈപ്പാണ്, സ്മോൾ ആണോ, മീഡിയം ആണോ, ലാർജ് ആണോ, കസ്റ്റം ആണെങ്കിൽ നമുക്കൊരു മിനിമം നമുക്ക് വേണ്ട ലെങ്തും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. അത് ചെയ്യുമ്പോഴത്തേക്കും ആ ലിവിംഗ് റൂമിന്റെ സ്റ്റൈൽ നമുക്ക് ഏതാ വേണ്ടത്, മോഡേൺ ആണോ, കേരള ആണോ, അത് ഏതാണ് നമുക്ക് വേണ്ടത്, ഒരു മോഡേൺ സ്റ്റൈൽ ആണെങ്കിൽ ഇത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു റൂമിനെ പറ്റിയുള്ള നമ്മുടെ എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അതുകൂടാതെ നമുക്കിവിടെ ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ലിവിംഗ് റൂമിന്റെ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് കൂടെ നമുക്ക് ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു 3 സീറ്റ് ഫർണിച്ചർ ആണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആമസോണിൽ 3 സീറ്റ് ഫർണിച്ചറിന്റെ റേറ്റ് വരും. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ 12,499 രൂപയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ആ ഇതാണ് കൊടുക്കും. ഇവിടെ 1 കൊടുത്തു, എന്നിട്ട് ഇവിടെ പോയിട്ട് മാനുവലായിട്ട് 12,499 രൂപ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ചായിരിക്കും നമുക്ക് റൂമിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ വരിക. ഇങ്ങനെ ഓരോ റൂമുകളും നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന വേറൊരു രണ്ടാമത്തെ ടൂൾ കൂടെ നമുക്കുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് ഒരു എഞ്ചിനീയർക്ക് നമ്മൾ കൊടുക്കാൻ നേരത്ത് ജസ്റ്റ് നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാമിലിയുള്ള എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചും കൂടെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ വരുന്നത് ഇതേപോലെ നമുക്ക് ഏത് ടൈപ്പാണ് എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫ്ലാറ്റ് ആണോ വേണ്ടത്, അതിൽ സ്ലോപ്പ് ടൈലാണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ മിക്സഡ് ആണോ വേണ്ടത്, ഏതാണെന്നുള്ളത് നമുക്ക് കൊടുക്കും. എനിക്ക് വേണ്ടത് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഫ്ലാറ്റ് റൂഫ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പോയിട്ട് റൂഫ് പ്രിഫറൻസ് കൊടുത്തു, ഫ്ലാറ്റ് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ എന്താണ് ബാലൻസ്ഡ് ആണോ വേണ്ടത്, സോളാർ നമ്മൾ റെഡി ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ല നമുക്ക് EV ചാർജിങ് വേണോ, അതുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്റ്റീരിയറിന്റെ വിഷസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോർ പ്ലാന്റ് നമുക്ക് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇനി ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റെഫറൻസ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇത് വേണം നമ്മുടെ നെക്സ്റ്റ് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിവിടെ ജനറേറ്റ് AI പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കൊടുത്ത അനുസരിച്ചുള്ള ഒരു AI-യുടെ റിപ്പോർട്ട് ആയിരിക്കും നമുക്ക് വരും. ഇപ്പം നമ്മൾ കൊടുത്ത് വെച്ചിട്ട് നമുക്കൊരു 1377 സ്ക്വയർ ഫീറ്റ് ഉള്ള വേണം. ഏകദേശം കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത് 33,04,000 രൂപയായിരിക്കും വരുന്നത്. ഫർണിച്ചർ നമ്മളിപ്പം ആകെ അത്ര കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1,34,000 വന്നത്. അപ്പം ഇതായിരിക്കും വരിക. ഒരു എക്സ്ട്രാ ഒരു 50% എങ്കിലും നമ്മളത് മാറ്റി വെക്കണം. നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഗേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ടോട്ടൽ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു 40 ലക്ഷം രൂപ, 39,34,000 രൂപയാണ് ഇപ്പം നമ്മൾ കൊടുത്ത് വെച്ചിട്ട് നമ്മൾ മിനിമം നമ്മളത് കൈവച്ചിടണം ചെയ്യും. ഫർണിച്ചറിന്റെ പൈസ നമ്മൾ മൊത്തം എല്ലാം ആഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് വരാത്തത്. അപ്പം അത് നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് അതുകൊണ്ട് ആഡ് ചെയ്തായിരിക്കും വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള നമ്മൾ കൊടുത്തേക്കുന്ന വെച്ചിട്ട് സിറ്റ് ഔട്ടിന്റെ ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ സിറ്റ് ഔട്ടിന്റെ സൈസ് വന്നിട്ടുണ്ട്, അതിന്റെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ഓരോ റൂം വൈസ് ആയിട്ടുള്ള ലിവിംഗ് റൂം, ഫാമിലി ലിവിംഗ്, നമ്മൾ കൊടുക്കുന്ന ഫർണിച്ചർ ആഡ് ചെയ്യുന്ന അനുസരിച്ച് ഏതൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടെ ആയിരിക്കും വരും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്കൊരു ഇമേജും കാര്യങ്ങളും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പ്രോംപ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലത്തെ പ്രോംപ്റ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ജെമിനി പോവുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് എടുക്കുക. ഇതേപോലെ ഓരോ റൂമിന്റെ നമുക്ക് ഇമേജസ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഓരോരോ റൂമിന്റെ ഇമേജസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ഐഡിയയും കാര്യങ്ങളും എന്താണെന്നുള്ളത് വീട് വെക്കാൻ പോകുന്ന ആൾക്ക് എഞ്ചിനീയറോട് പറയാൻ പറ്റും. എഞ്ചിനീയർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനകത്താണ് നമ്മൾ കൊടുത്തേക്കുന്ന ആ റൂമിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര ദൂരം മാറിയിട്ട് എങ്ങനെയാണ് അതിനുൾപ്പെടെയുള്ള ഈ രീതിയിലേക്കുള്ള ഒരു ഇമേജ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുണ്ട്, ഈ ഒരു ഇമേജ് ഉണ്ടോ, ഇതേപോലത്തെ രീതിയിലേക്ക് വരെ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്കായിരിക്കും പ്രോംപ്റ്റ് വരിക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഫർണിച്ചർ ഇതിനകത്ത് തന്നെ പ്രോംപ്റ്റിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണോ ആ ഫർണിച്ചറുകൾ കൃത്യമാക്കിയിട്ട് കാണാം. 3 സീറ്റർ സോഫ, എൽ ഷേപ്പ് സോഫ, ഇതേപോലെ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുന്ന അതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്ന രീതിയിലേക്കുള്ള പ്രോംപ്റ്റ് ആണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇത് ഏകദേശം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചർ ഇടുമ്പോഴത്തേക്കും നമുക്കിത് എങ്ങനെയാണ് വ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് പാത്തേ പോകുന്ന രീതി, ഇതുവഴി നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസും കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വ്യൂ ആയിട്ടായിരിക്കും കിട്ടുക. അത് പിന്നെ നമുക്ക് വരുന്നത് ക്ലയന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ പേര്, എൻ്റെ ഡീറ്റെയിൽസ്, അതുപോലുള്ള കാര്യങ്ങൾ, എൻ്റെ പ്രൊജക്ടിന്റെ ഗോൾ എന്താണ്, എൻ്റെ റാങ്കിങ് പ്രിഫറൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എൻ്റെ സ്കെച്ച്, അതിൻ്റെ ഡീറ്റെയിൽ, എൻ്റെ ബഡ്ജറ്റ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞാൽ ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്ന ഓരോ റൂം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരും. അതാണ് ക്ലയന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞ കൊടുത്തുണ്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ക്ലയന്റ് റിക്വയർമെന്റ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് നമ്മളിരുന്ന് എഞ്ചിനീയർ നമ്മളുമായിട്ട് സംസാരിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ AI-യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒത്തിരി സമയം അവിടെ അനാവശ്യമായിട്ട് നമുക്ക് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ഇത് ഫില്ല് ചെയ്താൽ മാത്രം മതി വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക്. എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണിക്കൂർ കണക്ക് സംസാരിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എന്താണെന്നുള്ള പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ഇത് AI-യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് AI-യുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആൾക്കാർ ഇതുവരെ ഈ ടൂൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടൂൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു.